പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന വിശ്വവിഖ്യാതമായ സിനിമയിൽ ക്രിസ്തുവായി വേഷമിട്ട ജിം കബീസൽ എന്ന നടന് ചിത്രീകരണ വേളയിലും തുടർന്നും സമാനതകളില്ലാത്ത വേദനകളിലൂടെയും യാതനകളിലൂടെയും മുറിവുകളിലൂടെയും രോഗങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയുമാണ് കടന്നു പോകേണ്ടി വന്നത്. ഈശോയുടെ അന്ത്യനിമിഷങ്ങളെ അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ജിം കബീസൽ എന്ന ആ നടൻ അഭിമുഖീകരിക്കേണ്ടി വന്ന സഹനങ്ങളെ അനാവരണം ചെയ്യുകയാണ്. ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെട്ട പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയെ ലോകം ഒരു പ്രാർത്ഥന പോലെയാണ് ഏറ്റെടുത്തത്. തികച്ചും മതപരമായ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ഏറ്റെടുക്കുവാൻ ഒരു നിർമ്മാണ കമ്പനിയും തയ്യാറാകാതിരുന്നതിനാൽ മെൽ ഗിബ്സൺ എന്ന സംവിധായകൻ സ്വന്തം പോക്കറ്റിൽ നിന്നും $30 മില്യൺ എടുത്ത് ചിത്രം നിർമ്മിച്ചപ്പോൾ ആഗോളതലത്തിൽ ആ ചിത്രം നേടിയെടുത്തത് $611 മില്യൺ. ഇനി ക്രിസ്തുവായി മാറുവാൻ ജിം കവൽസ് എന്ന നടൻ കടന്നുപോയ സഹന വഴികൾ അറിയുക. ചിത്രീകരണ ദിവസങ്ങളിൽ ജിമ്മിനെ ക്രിസ്തുവാക്കി മാറ്റുവാനുള്ള മേക്കപ്പ് ആരംഭിച്ചിരുന്നത് അതിരാവിലെ 2 മണിക്കായിരുന്നു. പകൽ 10 മണി വരെ നീണ്ടുപോകുന്ന മേക്കപ്പിനായി ദിവസം 8 മണിക്കൂറുകളോളമാണ് അദ്ദേഹത്തിന് മാറ്റിവയ്ക്കേണ്ടി വന്നത്. ചിത്രീകരണത്തിനായി സിനിമയിൽ ഉപയോഗിച്ച കുരിശ് യഥാർത്ഥ തടികൊണ്ടുള്ള കുരിശ് തന്നെയായിരുന്നു. അതിനാൽ 68 കിലോ ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ടാണ് അദ്ദേഹം ചിത്രീകരണ വേളയിൽ പല പ്രാവശ്യം കാൽവരി കയറിയത്. ചിത്രീകരണത്തിലെ സ്വാഭാവികത കൈവരുത്തുന്നതിനായി സിനിമയിൽ ക്രിസ്തുവിനെ പീഡിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ചാട്ടവാറും മുൾക്കിരീടവുമൊക്കെ യഥാർത്ഥത്തിലുള്ള ചാട്ടവാറും മുൾക്കിരീടവുമായിരുന്നു. ചാട്ടവാറടി ചിത്രീകരിക്കുന്നതിനിടയിൽ 2 പ്രാവശ്യം അബദ്ധത്തിൽ ചാട്ടവാറടി ഏൽക്കേണ്ടി വന്നത് മൂലം ശരീരത്തിൽ ഒരു പ്രാവശ്യം 14 ഇഞ്ച് നീളത്തിലുള്ള മുറിവ് ഉണ്ടായി. 5 മാസം ദീർഘിച്ച സിനിമാ ചിത്രീകരണത്തിനിടയിൽ കുരിശാരോഹണ രംഗം ചിത്രീകരിക്കുവാനായി കുരിശിൽ കിടക്കേണ്ടി വന്നത് 5 ആഴ്ചകൾ. അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പിൽ അല്പവസ്ത്രധാരിയായി ദീർഘിച്ച മണിക്കൂറുകൾ കുരിശിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്നതിന്റെ ഫലമായി അദ്ദേഹത്തിന് ന്യൂമോണിയയും ഹൈപ്പോതെർമിയയും പിടിപെട്ടു. കാൽവരി രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ ജിം അവശനായപ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ സംവിധായകനോട് പറഞ്ഞു, ഈ അവസ്ഥ തുടർന്നാൽ അദ്ദേഹത്തിന് മരണം ഉറപ്പാണ്. ചിത്രീകരണത്തിനിടയിൽ ഏൽക്കേണ്ടി വന്ന ശാരീരിക ക്ലേശങ്ങൾ മൂലം ജിമ്മിന് 20 കിലോയാണ് ശരീരഭാരം ചിത്രീകരണ വേളയിൽ കുറഞ്ഞത്. കുരിശാരോഹണ രംഗ ചിത്രീകരണ വേളയിൽ കുരിശിൽ നിന്ന് വീണതിന്റെ ഫലമായി ജിമ്മിന്റെ തോളല്ലുകൾ ഒരിക്കൽ തെന്നിമാറി. മലയിലെ പ്രസംഗത്തിന്റെ ചിത്രീകരണ വേളയിൽ സെറ്റിൽ 3 പ്രാവശ്യം ഇടിമിന്നൽ ഏൽക്കുകയും 1 പ്രാവശ്യം ഇടിമിന്നലേറ്റ് ജിമ്മിന്റെ തലമുടിക്ക് തീപിടിക്കുകയും ചെയ്തു. ചിത്രീകരണത്തിന്റെ അവസാന ദിനങ്ങൾ എത്തിയപ്പോഴേക്കും തുടർച്ചയായി ഏൽക്കേണ്ടി വന്ന പീഡനം മൂലം ജിമ്മിന്റെ ശരീരത്തിൽ ആകമാനം നീല നിറം വ്യാപിച്ചിരുന്നു. പീഡാസഹനങ്ങളുടെ തീവ്രഭാവങ്ങൾ മുഖത്ത് വരുത്തുന്നതിനായി ഒരു കണ്ണിൽ മേക്കപ്പിലൂടെ സൃഷ്ടിച്ചെടുത്ത നീര് മൂലം ഒറ്റ കണ്ണിലൂടെ മാത്രമാണ് അദ്ദേഹം ആഴ്ചകളോളം പുറംലോകം കണ്ടത്. കുരിശുമായുള്ള ഒരു വീഴ്ചയിൽ തല മണലിൽ പുതഞ്ഞു പോവുകയും കുരിശ് തലയിൽ വീണ ആഘാതം കൊണ്ട് നാക്കും ചുണ്ടും മുറിയുകയും അപ്പോൾ വായിലൂടെ പുറത്തുവന്ന രക്തം സ്വന്തം രക്തം തന്നെയായിരുന്നു എന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രീകരണ സമയത്തെ ക്ലേശവും ശരീരത്തിലേറ്റ ആഘാതവും മൂലം ചിത്രീകരണത്തിന് ശേഷം ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വന്നു. സിനിമ ഷൂട്ടിംഗ് ദിനങ്ങളെ ഒരു ധ്യാനം പോലെ ദിവ്യമായ ഒരു അനുഭവമായി നോക്കിക്കണ്ട ജിമ്മിന് താനല്ല ക്രിസ്തുവാണ് ഈ സിനിമയിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ ജീവിക്കേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. സിനിമയിൽ യൂദാസിന്റെ വേഷമിട്ട ലൂക്ക ലയണല്ലോ എന്ന നടൻ സിനിമാ ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് വരെ അടിയുറച്ച ഒരു നിരീശ്വര വിശ്വാസിയായിരുന്നുവെങ്കിലും ചിത്രീകരണ ശേഷം ഒരു വിശ്വാസിയായി മാറുകയും മക്കൾക്ക് മാമോദിസ നൽകുകയും ചെയ്തു. കഷ്ടപ്പാടുകളുടെ കഠിന ദിനങ്ങളിലൂടെയുള്ള കടന്നുപോക്കുകളാണ് ഉയർപ്പിന്റെ ആനന്ദത്തിന് ഒരുവൻ കൊടുക്കേണ്ടി വരുന്ന വില എന്നും പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന വിഖ്യാത സിനിമ പഠിപ്പിക്കുന്നു.